ഹായ് കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവളെവിടെയായി മുടിയും കെട്ടിക്കൊണ്ട് നടക്കുന്നതെന്ന്? വേറെ എവിടത്തേക്കല്ല, നമ്മുടെ വളപ്പിലേക്കൊന്ന് ഇറങ്ങാനാണ്. അവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ റാണിപുരം പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പ്ലസ് ടുവിന് കൂടെ പഠിച്ച കുട്ടികളൊക്കെ കൂടി 2 ആഴ്ച മുമ്പേ പ്ലാൻ ചെയ്തതായിരുന്നു ഈ ഞായറാഴ്ച റാണിപുരം പോകാമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ശനിയാഴ്ച റെഡ് അലർട്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അതുകൊണ്ട് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നതുവരെ അവിടെ പ്രവേശനമില്ല. എവിടെയും പോകാൻ പറ്റാതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മോളോട് പറഞ്ഞത് നമുക്കൊന്ന് വളപ്പിലേക്ക് പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാമെന്ന്. ഓള് കേട്ട പാതി കേൾക്കാത്ത പാതി കാണാൻ വേണ്ടി റെഡിയായി വന്നു. ഇവിടെയൊക്കെ നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോൾ മാത്രമേ ഇറങ്ങാറുള്ളൂ. ഇന്ന് മഴ കുറച്ച് കുറവുള്ളത് കൊണ്ട് മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. തെങ്ങും കവുങ്ങൊക്കെ ഉള്ളതാണ്, അപ്പോൾ തേങ്ങയൊക്കെ വീണിട്ടുണ്ടാകും. മഴയൊക്കെ ആയതുകൊണ്ട് കാടൊക്കെ പെട്ടെന്ന് വളർന്നു. ഇവിടെയൊക്കെ അമ്മ വൃത്തിയാക്കിയതായിരുന്നു. 2-3 ആഴ്ച കൂടുമ്പം വരുമ്പോഴേക്കും കാട് വീണ്ടും വളർന്നു. 1-2 തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പം എടുക്കാം. ഇവിടെയൊക്കെ ഇറക്കം ഭയങ്കര കൂടുതലാണ്, അപ്പോൾ നമ്മൾ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ പന്നിശല്യമുണ്ട് കേട്ടോ. അവ ഉപയോഗിച്ച് ബാക്കിയുള്ള തേങ്ങ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. മഴ കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. ഫോണിൽ ചെറുതായിട്ടേ തോന്നുള്ളൂ, നല്ല ഒഴുക്കുണ്ടേ. ശരിക്കുള്ള വഴി ഇതല്ല കേട്ടോ, അപ്പുറത്തെ കൂടിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ കുറുക്ക് വഴി നോക്കിയതായിരുന്നു. ഞാൻ ഇതിലെ കൂടി ഇറങ്ങാൻ വിചാരിച്ചു, പക്ഷേ മോള് സമ്മതിച്ചില്ല. എളുപ്പ വഴി നോക്കിയിട്ട് അവസാനം ആപത്ത് പെടണ്ട എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ശരിക്കുള്ള വഴിയിലെ കൂടി തന്നെ ഇറങ്ങാം. അങ്ങനെ നമ്മളിവിടെ എത്തി. മഴയുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. ഈ പാറയൊക്കെ വെള്ളത്തിൽ മൂടിക്കിടക്കും. പായലൊഴിച്ച പാറയാണ്, നല്ല വഴുക്കലുണ്ട്. ഇത് നേരെ പോകുന്ന ഒരു തോട്ടിലേക്കാണ് കേട്ടോ. വെള്ളം കാണുമ്പോൾ കുളിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ തോർത്തൊന്നും കൊണ്ടുവന്നില്ല, തുണി മാറ്റാനും കൊണ്ടുവന്നില്ല. കുളിക്കാനായിട്ട് വന്നതല്ല, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വെള്ളം കാണുമ്പോൾ ഒന്ന് കുളിച്ചേക്കാമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം കാണാൻ അപ്പുറം തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിക്കാൻ വരുന്ന എല്ലാ പിള്ളേരും വരും കേട്ടോ. വന്നിട്ട് ഈ വെള്ളച്ചാട്ടം കാണുകയും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോവുക. ആഴം കുറവാണെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ കാല് വെള്ളത്തിൽ വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല ആഴമുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിച്ച് വേഗം കാല് പുറകോട്ടെടുത്തു. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല, എനിക്ക് പേടിയായി. ഇത്രയൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പുറത്തു പോയി കാണുന്നത്. കുറേ വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വലിയ വെള്ളം വരുമ്പം അടിഞ്ഞു കൂടിയതാണ്. ഇനിയൊരു വലിയ മഴ വന്നാൽ ആ വേസ്റ്റൊക്കെ അങ്ങ് ഒഴുകിയിട്ട് പോകും. നാട്ടിൻപുറത്തെ ഭംഗി ഒന്ന് വേറെ തന്നെയാണല്ലേ. ഒരു സൂത്രം കാണിച്ചു തരാം. ഈ പാറക്ക് വട്ടം കണ്ടോ? അതെന്താണെന്നറിയാമോ? പണ്ട് വ്യാസമഹർഷി ഈ പാറയുടെ മുകളിലാണ് പോലും തപസ്സിരുന്നത്. അപ്പോൾ ഈ വ്യാസമഹർഷി ഉപയോഗിച്ച ഉരുളിയില്ലേ, അത് ആവശ്യം കഴിഞ്ഞ് കമഴ്ത്തിയ പാടാണ് അതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാടിന് വ്യാസേശ്വരം എന്നുള്ള പേര് വന്നത്. പിന്നീട് വ്യാസേശ്വരം എന്നുള്ളത് വേലാശ്വരമായി മാറി. എൻ്റെ വെള്ളത്തിലെ കളി കണ്ട് കുഞ്ചൂസിനും വെള്ളത്തിൽ കളിക്കാനൊരു പൂതി. കയറുമ്പം അവിടെ ക്രോക്സ് വെള്ളത്തിലേക്ക് പോയി. പെട്ടെന്ന് ഇറങ്ങി എടുത്തതുകൊണ്ട് അവിടെ ക്രോക്സ് കിട്ടി. 1 വെള്ളത്തിൽ പോയതുകൊണ്ട് പാവം പേടിച്ചു. 2 എടുത്ത് ഭദ്രമായിട്ട് വെച്ചു. പിന്നീട് കുറേ നേരം അവളുടെ കളിയായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ വലിയ കാടാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇതൊഴുകിപ്പോകുന്ന കാണാൻ എന്താ ഭംഗി.
ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുളം. ഇങ്ങനെ ഒരു കുളമുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം നീന്തൽ പഠിച്ചു കേട്ടോ. ഒരു പിള്ളേർക്കും നീന്താൻ അറിയാതില്ല, എല്ലാ കുട്ടികൾക്കും നീന്താൻ അറിയാം കേട്ടോ. 5 വയസ്സ് മുതൽ കുട്ടികൾ ഇവിടെ നീന്താൻ പഠിക്കാൻ വരാറുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാത്രമല്ല, പുറത്തുള്ള നാട്ടിലെ കുട്ടികൾ വരെ ഇവിടെ നീന്താൻ വരാറുണ്ട്. എന്നിട്ട് വലിയ മലവെള്ളം വരുമ്പോൾ നീന്തി രക്ഷപ്പെടുന്നല്ല, എന്നാലും അത്യാവശ്യം ചെറിയ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ അവർക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റും. ഇതെന്താണെന്നോ, ഇതൊരു കുഞ്ഞു കുളമാണ് കേട്ടോ. ഇതിന് മുമ്പൊക്കെ വെള്ളമുണ്ടായിരുന്നു. ഇതിലെ വെള്ളമാണ് വലിയ കുളത്തിലേക്ക് നീരുറവയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായത്. അപ്പോൾ ഇതിൽ സുബ്രഹ്മണ്യൻ്റെ പാദം ഉണ്ടായിരുന്നു. അതിനെ ഇപ്പം വേറൊരു ചെറിയൊരു കെട്ടിടത്തിലേക്ക് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ ഈ പാദത്തിലേക്ക് നമ്മൾ കയ്യിൽ ചില്ലറ 10 പൈസ 5 പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇടുമായിരുന്നു. അവിടെ ഇവിടെയായിട്ട് കുറേ നീരുറവകളുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യൻ്റെ പാദം. ഇത് ആ ചെറിയ കുളത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതാണ്. ഈ കുളത്തിൽ ആൾക്കാർ ഒഴിഞ്ഞ സമയം ഉണ്ടാകാറില്ല കേട്ടോ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആരും വന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പിള്ളേർ എപ്പോഴും ഇതിൽ തുള്ളി കളിക്കുന്നതുകൊണ്ട് വെള്ളം തെളിഞ്ഞങ്ങനെ കാണാറില്ല. ഇത് കണ്ടോ, ഇത് ഈ കുളത്തിന് ചെറിയൊരു ദ്വാരമുണ്ട്. അതിപ്പം കല്ല് വെച്ച് അടച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ കല്ല് എടുത്തു കഴിഞ്ഞാൽ ഈ കുളത്തിലുള്ള വെള്ളം ഞാൻ നേരത്തെ കാണിച്ച വെള്ളച്ചാട്ടമില്ലേ, അതിലേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പം ഈ കുളത്തിലെ വെള്ളം മാത്രമല്ല, മുകളിലൊരു തോടുണ്ട്. ആ തോട്ടിലെ വെള്ളം കൂടി ഉൾപ്പെട്ടതാണ് അവിടെ ഒരു വെള്ളച്ചാട്ടമായി കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.